പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ഏപ്രിൽ 20 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ് ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ട് നിർമ്മിക്കുന്ന ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ് മിസൈൽ. ഏതൊരു കപ്പലിൽ നിന്നും അല്ലെങ്കിൽ അന്തർവാഹിനി കപ്പൽ, പോർ വിമാനങ്ങൾ എന്നിവയിൽ നിന്ന് ഫയർ ചെയ്യാൻ സാധിക്കുന്ന ബ്രഹ്മോസ് മിസൈലിന്റെ ആദ്യത്തെ എക്സ്പോർട്ടിംഗ് ഇന്ത്യ നടത്തി. ഇന്നലെയായിരുന്നു, അതായത് ഏപ്രിൽ 19 ഇന്ത്യ ഫിലിപ്പൈൻസിലേക്ക് ആദ്യത്തെ എക്സ്പോർട്ടിംഗ് നടത്തി. ഏതാണ്ട് 2 വർഷം മുമ്പുള്ളൊരു കരാർ ആയിരുന്നു ഫിലിപ്പൈൻസുമായിട്ട് ഇന്ത്യ. ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ആദ്യത്തെ ഒരു എക്സ്പോർട്ടിംഗ് ആണ് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണ് ഈ മിസൈലുകളും ലോഞ്ചേഴ്സും ഫിലിപ്പൈൻസിന് കൈമാറിയിട്ടുള്ളത്. ഏതാണ്ട് $375 മില്യൺ ഒരു കരാർ ആയിരുന്നു ഇന്ത്യയും ഫിലിപ്പൈൻസും. ഇതിലൂടെ ഇന്ത്യയുടെ ഒരു മുന്നേറ്റമാണ് ഡിഫൻസ് മേഖലയിൽ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, അത് നമ്മുടെ സക്സസിലേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ഏപ്രിൽ 19 ഏത് ഹൈക്കോടതിയുടെ ജഡ്ജിയായി MB സ്നേഹലത നിയമിതനായി? കേരള ഹൈക്കോടതിയിലേക്ക് പുതിയൊരു ജഡ്ജ്. എറണാകുളം വൈപ്പിൻ സ്വദേശിയായിട്ടുള്ള MB സ്നേഹലതയാണ് കേരള ഹൈക്കോടതിയിലെ പുതിയ ജഡ്ജ് ആയിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു നിയമിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 224 ക്ലോസ് 1 ഈ ഒരു അധികാരം നൽകുന്നത് ജഡ്ജ് ആയിട്ട് ഹൈക്കോടതിയിലേക്ക്. കൊല്ലം പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് ആയിരുന്നു. കൂടാതെ തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് ഡിസ്ട്രിക്ട് ജഡ്ജ് ആയിട്ട് സേവനം നൽകിയിട്ടുള്ള വ്യക്തിയാണ് MB സ്നേഹലത. ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി ആരാണ് നിയമിതനായത്? വൈസ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി. ഇന്ത്യൻ നേവിയുടെ ഇപ്പോഴത്തെ ചീഫ് ആണ് അഡ്മിറൽ R ഹരികുമാർ. അദ്ദേഹം ഈ വരുന്ന ഏപ്രിൽ 30 വിരമിക്കുകയാണ്. അഡ്മിറൽ R ഹരികുമാറിന് ശേഷം വരാൻ പോകുന്ന ഇന്ത്യൻ നേവിയുടെ ചീഫ് ആണ് വൈസ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി. ഇന്ത്യൻ നേവിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഓഫീസർ ആണ് വൈസ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആണ്. അതായത് ഇന്ത്യൻ നേവിക്ക് 3 കമാൻഡ് ആണുള്ളത്. ഒന്ന് വെസ്റ്റേൺ നേവൽ കമാൻഡ്, മറ്റൊന്ന് ഈസ്റ്റേൺ നേവൽ കമാൻഡ്, മൂന്നാമത്തേത് സദേൺ നേവൽ കമാൻഡ്. കൊച്ചി ആസ്ഥാനമായിട്ടുള്ള സദേൺ നേവൽ കമാൻഡ് ഇതൊരു ട്രെയിനിങ് കമാൻഡ് ആണ്. മുംബൈയിലുള്ള വെസ്റ്റേൺ നേവൽ കമാൻഡും വിശാഖപട്ടണത്തുള്ള ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഇത് രണ്ടും ഓപ്പറേഷൻ കമാൻഡ് ആണ് ഇന്ത്യൻ നേവിയുടെ. ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് ലഭിച്ച ഏത് നഗരത്തിന്റെ ഉൽപ്പന്നമാണ് തിരങ്കി ബർഫി? വാരണാസിയിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർഫി അല്ലെങ്കിൽ പേടയാണ് തിരങ്കി ബർഫി. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ബർഫിയാണ്, ഒരു പേടയാണ് തിരങ്കി ബർഫി. ഇതിനെ രാഷ്ട്രീയ ബർഫി എന്നും അറിയപ്പെടുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് 2024 ഏപ്രിൽ 16 ചെന്നൈയിലുള്ള GI രജിസ്ട്രി ഓഫീസ് ആണ് UPയിലെ വാരണാസിയിലുള്ള തിരങ്കി ബർഫിയെ GI ടാഗ്, അതായത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് നൽകിയിരിക്കുന്നത്. ഏതൊരു പ്രദേശത്തും ആ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റ്, ആ പ്രദേശത്തിന് പ്രത്യേകതയുള്ള ഒരു പ്രോഡക്റ്റിനെയാണ് GI ടാഗ് ലഭിക്കുന്നത്. കേരളത്തിലും നിരവധി പ്രോഡക്ട്സ് ആണ്. ആറന്മുള കണ്ണാടി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി ഇവയെല്ലാം GI ടാഗ് ലഭിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇത്. ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ചിട്ടുള്ള സംസ്ഥാനമാണ് UP. ഉത്തർപ്രദേശിന് ഇപ്പോൾ 75 പ്രോഡക്റ്റിന്റെ GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. തൊട്ടുപുറകെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. 58 പ്രോഡക്ട്സിനാണ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട കെനിയൻ കരസേന മേധാവിയുടെ പേര് ജനറൽ ഫ്രാൻസിസ് ഒഗല്ലോ. 2024 ഏപ്രിൽ 18 ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കെനിയയിലെ ആർമി ചീഫ് ജനറൽ ഫ്രാൻസിസ് ഒഗല്ലോ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഈ ഒരു മരണവാർത്ത അറിയിച്ചിട്ടുള്ളത് കെനിയയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റൂട്ടോ ആണ്. കെനിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് റൂട്ടോ. അതേപോലെ കെനിയയുടെ ക്യാപിറ്റൽ ആണ് നെയ്റോബി. ഒരു ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള കെനിയയുടെ ആർമി ചീഫ് ആയിരുന്നു ജനറൽ ഫ്രാൻസിസ് ഒഗല്ലോ. കെനിയയുടെ എയർഫോഴ്സിന്റെ ഹെഡ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം ആർമിയിലെ ഡെപ്യൂട്ടി ചീഫ് ആയിട്ട് ചുമതലയേറ്റെടുത്തു. അതിനുശേഷം പ്രൊമോഷൻ ലഭിക്കുകയും കെനിയൻ ആർമിയുടെ ചീഫ് ആയിട്ട് സേവനം നൽകിയിട്ടുള്ള വ്യക്തിയായിരുന്നു ജനറൽ ഫ്രാൻസിസ് ഒഗല്ല.
ഏത് വിമാനത്തിന് വേണ്ടിയാണ് DRDO തദ്ദേശീയമായ എഡ്ജ് ആക്ച്വേറ്റേഴ്സ് ആൻഡ് എയർ ബ്രേക്ക് കൺട്രോൾ മോഡലിന്റെ ആദ്യ ബാച്ച് HALന് കൈമാറിയത്? LCA തേജാസ് Mk-1A. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വിമാനമാണ് തേജാസ്. തേജാസ് Mk-1A എന്ന ഈ വിമാനത്തിന്റെ എയർ ബ്രേക്ക് കൺട്രോൾ മോഡലും ലീഡിംഗ് എഡ്ജ് ആക്ച്വേറ്റേഴ്സ് എന്നീ 2 പ്രോഡക്റ്റുകൾ DRDO ഡിസൈൻ ചെയ്യുകയും ഇത് ഇപ്പോൾ HALന് കൈമാറി. അതായത് ഇന്ത്യ ഇതുവരെ ഇത്തരത്തിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റംസ് എല്ലാം ഇമ്പോർട്ടിംഗ് ആയിരുന്നു. എന്നാൽ അതിന് പകരമായിട്ട് ഇപ്പോൾ DRDO ഡിസൈൻ ചെയ്യുകയും ഈ ഒരു എയർ ബ്രേക്ക് കൺട്രോൾ മോഡൽ ഇതിപ്പോൾ LCA തേജാസിനെ ഘടിപ്പിക്കുന്നതിന് വേണ്ടി HALന് കൈമാറി. ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് HAL ലക്നൌവിൽ വെച്ചാണ്. 2024 ഏപ്രിൽ 18 യാത്രക്കാർക്കുള്ള വിസ അപേക്ഷ പ്രക്രിയ കാര്യക്ഷമമാക്കിക്കൊണ്ട് വിസ സംവിധാനം ആരംഭിച്ച രാജ്യം ഏത്? ശ്രീലങ്ക. ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ വളർച്ച വരുന്നതിന് വേണ്ടി ശ്രീലങ്ക നടത്തിയിട്ടുള്ള അടുത്തൊരു നീക്കമാണ് അതായത് വിസ. ഇതിനു മുമ്പ് ശ്രീലങ്കയുടെ ഒരു ആക്ഷൻ ആയിരുന്നു അതായത് വിസ ഓൺ അറൈവൽ. ഇപ്പോൾ മറ്റൊരു മാറ്റമാണ് ശ്രീലങ്ക നടത്തിയിട്ടുള്ളത്. അതായത് ഏപ്രിൽ 18 മുതൽ ഓൺലൈൻ വഴി വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള വിസ സിസ്റ്റമാണ് ശ്രീലങ്ക കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു വിസ സിസ്റ്റം അതായത് ഫിസിക്കലി ഇമിഗ്രേഷൻ ഡോക്യുമെന്റ്സ് ഇവയെല്ലാം ഇനി ഡിജിറ്റൽ വിസ വഴി കൊണ്ടുവരുന്നതിന് വേണ്ടി UK മുന്നോട്ട് പോവുകയാണ്. 2025 കൂടി വിസ സിസ്റ്റം UKയിലും എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വേൾഡ് സിൽവർ സർവേ 2024 പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ മൂന്നാമത്തെ വെള്ളി ഉൽപാദക കമ്പനി ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് വേൾഡ് സിൽവർ സർവേ റിപ്പോർട്ട് 2024. ഇത് പ്രകാരം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സിൽവർ ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. ഇത് ഇന്ത്യയിലെ വേദാന്ത ഗ്രൂപ്പ് കമ്പനിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ആണ് ഇന്ന് ലോകത്ത് മൂന്നാമത്തെ ഏറ്റവും ലാർജസ്റ്റ് സിൽവർ പ്രൊഡ്യൂസർ എന്ന നിലയിൽ നിൽക്കുന്ന കമ്പനി. ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കമ്പനിയാണ് ഫ്രണ്ട്സ്നിലോ. രണ്ടാമത്തേതാണ് KGHM പോൾസ്ക മെയിൽസ്. മൂന്നാമത്തേത് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. നാലാമത്തേത് പാൻ അമേരിക്ക സിൽവർ. ഇന്ന് ആഗോളതലത്തിൽ സിങ്ക് അതിന്റെ ഉൽപാദനത്തിൽ ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് 2ാം സ്ഥാനത്താണ്. വേൾഡ് സിൽവർ സർവേ 2024 പ്രകാരമാണ് ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ് ഏറ്റവും വലിയ മൂന്നാമത്തെ വെള്ളി ഉൽപാദക കമ്പനിയായിട്ട് മാറിയിട്ടുള്ളത്. ഇന്നലെ ഏപ്രിൽ 19 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഹീമോഫീലിയ ബി. രക്തവുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണ് ഹീമോഫീലിയ. ഈ ഒരു രോഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഏപ്രിൽ 19 ഏത് ഹൈക്കോടതിയുടെ ജഡ്ജിയായി MB സ്നേഹലത നിയമിതനായി? കേരള ഹൈക്കോടതി. ഇന്ത്യൻ നാവികസേനയുടെ അടുത്ത മേധാവിയായി ആരാണ് നിയമിതനായത്? വൈസ് അഡ്മിറൽ ദിനേശ് ത്രിപാഠി. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ലോഞ്ചറുകളുടെയും ആദ്യ ബാച്ച് 2024 ഏപ്രിൽ 19 ഇന്ത്യ ഏത് രാജ്യത്തേക്ക് എത്തിച്ചു? ഫിലിപ്പൈൻസ്. ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് ലഭിച്ച ഏത് നഗരത്തിന്റെ ഉൽപ്പന്നമാണ് തിരങ്കി ബർഫി? വാരണാസി. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട കെനിയൻ കരസേന മേധാവിയുടെ പേര് ജനറൽ ഫ്രാൻസിസ് ഒഗല്ല. ഏത് വിമാനത്തിന് വേണ്ടിയാണ് DRDO തദ്ദേശീയമായ ലീഡിംഗ് എഡ്ജ് ആക്ച്വേറ്റേഴ്സ് ആൻഡ് എയർ ബ്രേക്ക് കൺട്രോൾ മോഡൽ ആദ്യ ബാച്ച് HALന് കൈമാറിയത്? LCA തേജാസ് Mk-1A. 2024 ഏപ്രിൽ 18 യാത്രക്കാർക്കുള്ള വിസ അപേക്ഷ പ്രക്രിയ കാര്യക്ഷമമാക്കിക്കൊണ്ട് വിസ സംവിധാനം ആരംഭിച്ച രാജ്യം ഏത്? ശ്രീലങ്ക. വേൾഡ് സിൽവർ സർവേ 2024 പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും വലിയ മൂന്നാമത്തെ വെള്ളി ഉൽപാദക കമ്പനി ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്. ഇന്ന് ഏപ്രിൽ 20 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ് Who was the first Indian woman wrestler to win a gold at both the Commonwealth and Asian Games? കോമൺവെൽത്ത് ഏഷ്യൻ ഗെയിംസുകളിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും
പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.